റോഷിപാൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുകയാണ്. റോഷിപാൽ, ഈ ഇന്ധനവിലയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ ഇന്ധന വില വർധനവിലൂടെ സർക്കാരിന് കിട്ടുന്ന അമിത ലാഭം അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള മറുപടിയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അത് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം വന്ന LDF സർക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷവും എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് നൽകാതിരിക്കുക മാത്രമല്ല സെസ് അടക്കം കൂട്ടുകയും ചെയ്തു എന്ന വിമർശനം തിരികെ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഇന്ധനവില കുത്തനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ UDF സർക്കാർ അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ഈ ആവശ്യം ഉയർന്നതാണ്. അധിക നികുതി പിൻവലിക്കണമെന്ന ആവശ്യമാണ്. ഇളവ് വരുത്തണം, അല്ലെങ്കിൽ ഇത് രണ്ടിനും തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ന്യായീകരണം മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത് പ്രതിദിനം വർദ്ധിക്കുന്നു എന്ന വില. അതുകൊണ്ട് ഇത് സംബന്ധിച്ച ഒരു പഠനം, ഒരു പരിശോധന നടത്താനുള്ള സമയം ലഭിച്ചിട്ടില്ല. അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ എന്നാണ്. കാരണം അത് ഏതൊക്കെ തരത്തിലാണ് അതിലൊരു തീരുമാനമെടുക്കുമ്പോൾ ഇന്ധന നികുതി പൂർണ്ണമായും ഒഴിവാക്കുകയാണെങ്കിൽ, അധിക നികുതി ഒഴിവാക്കുമ്പോൾ അതുവഴി ഉണ്ടാകുന്ന വരുമാനം, അത് നിലയ്ക്കുമ്പോഴുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അതടക്കം പരിശോധിക്കണമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. ഏതായാലും ഇപ്പോൾ വളരെ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തവുമാണ്. അതിനെതിരെയാണ് ശക്തമായ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചത്. ഉടനെ തന്നെ നികുതി പിൻവലിക്കണം. കാരണം ഇത് പെട്രോൾ കമ്പനികൾക്ക്, ഇന്ധന കമ്പനികൾക്ക് വലിയ കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള അവസരം സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ സർക്കാരിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടാവുന്നത്. ഏതായാലും ആ വിമർശനത്തിന് പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നിയമസഭ ഇന്നും വാക്കൌട്ട് നടത്തി പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇടയിലാണ് സഭയിൽ ബഹളമുണ്ടായത്. പ്രതിപക്ഷ അംഗങ്ങൾ വീണ്ടും തിരിച്ചു കയറി ബഹളമുണ്ടാക്കിയതിന്റെ കാരണം BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാറിന് സംസാരിക്കാൻ അനുവാദം നൽകിയെന്നതാണ് അങ്ങനെ ഒരു പ്രതിഷേധത്തിന് കാരണം. അവിടെ ഉദാരമനസ്കത സ്പീക്കർ കാണിച്ചു എന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുണ്ടായത്. അത് ചട്ടപ്രകാരമല്ല അങ്ങനെ സംസാരിക്കാൻ അനുവദിച്ചത്. കാരണം ഈ നിയമസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ വാക്കൌട്ട് നടത്തുമ്പോൾ അടിയന്തര പ്രമേയത്തിൽ ഒപ്പുവെക്കാത്ത അംഗമെന്ന നിലയിൽ BB ഗോപകുമാറിന് കീഴ്വഴക്കം എന്ന നിലയിൽ സംസാരിക്കാൻ അനുവദിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ഒരു ഇളവ് നൽകിയത് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ആ സമയം കൊടുത്തു എന്നത് മാത്രമാണ് എന്ന് സ്പീക്കർ പറയുകയും ചെയ്തെങ്കിലും അത് അംഗീകരിക്കാൻ പ്രതിപക്ഷം തയ്യാറായില്ല. പ്രതിപക്ഷം കടുത്ത നിലപാട് അവിടെ സ്വീകരിച്ചു. അപ്പോഴേക്കും BJP അംഗം സംസാരിച്ച് കഴിയുകയും ചെയ്തിരുന്നു. പിന്നീട് വീണ്ടും പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവുകയായിരുന്നു. നൽകിയത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതിയില്ല. പ്രതിപക്ഷം വോക്കൌട്ട് ചെയ്തിരിക്കുന്നു. അതിനിടയിൽ BJP അംഗത്തിന് സംസാരിക്കാൻ അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവും ഉണ്ടായി.